ഈശംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമുക്ക് തൃത്വൈക ദൈവത്തിന്റെ, അതായത് ഹോളി ട്രിനിറ്റിയുടെ തിരുനാളല്ലേ. ഈ ഹോളി ട്രിനിറ്റിയുടെ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രാർത്ഥന പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് നമുക്കറിയാം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടി ചേർന്നതാണ് തൃത്വൈക ദൈവവും. അപ്പൊ ഈ തൃത്വൈക ദൈവത്തിന് തൃത്വസ്തുതി എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈ പ്രാർത്ഥന വെച്ച് ദാനിയേലച്ചൻ പഠിപ്പിച്ചൊരു പ്രാർത്ഥന പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാണെന്ന് ചോദിച്ചാല്, ഇപ്പൊ നമുക്കറിയാം, നമ്മുടെയൊക്കെ കുടുംബങ്ങളില് അല്ലെ നമുക്കറിയാവുന്ന പലരും ചിലപ്പോൾ മദ്യപാനികളായിരിക്കാം, ചിലര് കൂദാശ ജീവിതത്തിൽ നിന്നൊക്കെ അകന്ന് ജീവിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ കഠിന പാപികളായിട്ട് ജീവിക്കുന്നവരൊക്കെ ആയിരിക്കാം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുമ്പം, കർത്താവെ പ്രാർത്ഥിച്ചിട്ടും ഒരു മറുപടി ഇല്ലാത്ത പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അപ്പം ദാനിയേലച്ചൻ പറയുന്നുണ്ടല്ലോ, ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് എത്ര നടക്കാത്ത കാര്യമാണെങ്കിലും, അതായത് ലൂക്ക 1:37 പറയുന്നുണ്ട്, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന്. ശരിക്കും ആ വചനം എപ്രകാരം മാംസം ധരിക്കുന്നോ അത് ഈ പ്രാർത്ഥനയിലുണ്ട്. ഇപ്പൊ എന്റെ ജീവിതത്തില് ഞാൻ ഇങ്ങനെ പലർക്കു വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒത്തിരി അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ ഭയങ്കര അത്ഭുതമായ എന്നോടും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഹോളി ട്രിനിറ്റിയുടെ തിരുനാളായതുകൊണ്ട് എന്റെ മനസ്സിൽ ഈ പ്രാർത്ഥന, അതായത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറയുമ്പോൾ നമ്മൾ കുരിശ് വരയ്ക്കും. പക്ഷെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ കുരിശ് വരയ്ക്കണ്ട, അധരങ്ങൾ കൊണ്ട് പറഞ്ഞാൽ മതി. നമ്മുടെ ജപമാലയില്ലേ, നമ്മുടെ ജപമാലയില് ഈ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുന്ന മുത്തുകളില് 10 മുത്തുകളില് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഇത് പറഞ്ഞിട്ട് 10 തവണ പറഞ്ഞിട്ട് ഈ സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന മുത്തിന് ഇങ്ങനെ പ്രാർത്ഥിക്കണം: പരിശുദ്ധാത്മാവേ, ഒരു കൊടുങ്കാറ്റായി എന്റെ ഹൃദയത്തിലേക്ക് ആഞ്ഞടിക്കണമേ. അപ്പൊ എന്റെ വിശുദ്ധീകരണമാണ് സംഭവിക്കേണ്ടതെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കണം: എന്റെ ഹൃദയത്തിലേക്ക് ആഞ്ഞടിക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. ഇപ്പൊ ഞാൻ ഒരാളുടെ മദ്യപാനത്തിന് വേണ്ടി മാറാനാ പ്രാർത്ഥിക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവേ, ഒരു കൊടുങ്കാറ്റായി ആ വ്യക്തിയുടെ മേൽ ആഞ്ഞടിക്കണമേ, ആ ആളുടെ മദ്യപാനം മാറ്റി തരണമേ. ഇങ്ങനെ നമുക്കുടെ ഇഷ്ടമനുസരിച്ച് ആ നിയോഗം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ നമ്മള് കണ്ടിന്യൂസ്, അതായത് എഗെയിൻ 10 തവണ നന്മ നിറഞ്ഞ മറിയമേക്ക് പകരം തൃത്വസ്തുതി ചൊല്ലുക, സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ പ്രാർത്ഥന, ഇങ്ങനെ 101 തവണ ചൊല്ലണമെന്നാണ് ദാനിയേലച്ചൻ പറയുന്നത്. അച്ഛനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, ഇപ്പൊ നമ്മൾ 101 തവണ ചൊല്ലിയില്ല, 99 തവണയായി പോയി. അതുകൊണ്ട് അനുഗ്രഹത്തിന് വേറെ ഒരിക്കലും ശാപം ഉണ്ടാവത്തില്ല. അച്ഛൻ വെറും ഒരു കണക്ക് പറയുന്നതാണിത്. അപ്പൊ നമുക്ക് ഈ പ്രാർത്ഥന, എന്റെ ജീവിതത്തില് അനേകം മക്കളില് അത്ഭുതം സൃഷ്ടിച്ച പ്രാർത്ഥനയാണ്. നിങ്ങളുടെയൊക്കെ ജീവിതത്തില് പരിശുദ്ധ തൃത്വത്തിന്റെ തിരുനാളിന്റെ ദിവസം തന്നെ ഈ പ്രാർത്ഥന നമുക്ക് തുടങ്ങി ചൊല്ലി പ്രാർത്ഥിക്കാം. അത് എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ.